അങ്ങനെ ആറ്റു നോറ്റുന്നൊരു കല്യാണം ഉണ്ട് കേട്ടോ. വല്ലപ്പോഴാണ് കെട്ടിയവൻ്റെ വീട്ടിൽ എനിക്ക് ഇങ്ങനെ ഓരോ പരിപാടികൾ വരാറ് കേട്ടോ. അപ്പോൾ ഇന്ന് കല്യാണമാണ്, കല്യാണത്തിന് പോകാനായിട്ടുള്ള റെഡി ആവലാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ രാവിലെ തന്നെ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇനിയും കൂടുതൽ നേരം നിന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് മസാല ദോശ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അച്ഛയും അമ്മയൊന്നും മാച്ചാലോ, തേജ് മാച്ചല്ല എന്ന് പറഞ്ഞതിൻ്റെയാണ് കേട്ടോ ഈ പിണക്കോ ഇളക്കമൊക്കെ. കിർണിക്കിപ്പോൾ ചെറുതായിട്ട് കുശുമ്പുത്തിരി കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോണ വഴി നിനക്ക് ഡ്രസ്സ് നോക്കാം, നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആൾ സെറ്റായിട്ടാ. പക്ഷെ വിചാരിച്ചവിടുത്തുനിന്ന് ഫുഡ് കിട്ടാത്ത കാരണം വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കഴിച്ചു. ഞങ്ങൾ നേരെ തേജുവിന് ഡ്രസ്സ് നോക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കളറൊക്കെ നല്ല പക്കാ മാച്ചിങ്ങിന് കിട്ടി. പക്ഷെ മെറ്റീരിയൽ വലിയ സുഖമില്ലാത്ത കാരണം എടുത്തില്ല കേട്ടോ. അങ്ങനെ അവിടെ ചെന്ന് തേജു എല്ലാ ജ്യൂസും മാറി മാറി കുടിക്കായിരുന്നു കേട്ടോ. പ്രേം നസീറിനെ പോലെ അത് മീശയൊക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. ചന്തുട്ടില്ലാത്തതുകൊണ്ട് തന്നെ തേജുവിന് വലിയ സുഖം ഉണ്ടായിരുന്നില്ല കേട്ടോ. കളിക്കാൻ ആരും കൂട്ടില്ലാണ്ട് കുട്ടി വിഷമിച്ച് നടക്കായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ചെക്കനും പെണ്ണൊക്കെ വന്നു കേട്ടോ. ഫംഗ്ഷൻ ഒറ്റ ഫംഗ്ഷനായിരുന്നു, റിലേറ്റീവ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഞാൻ സദ്യയൊക്കെ ആയിരിക്കുന്ന പ്രതീക്ഷിച്ച് പോയത്, നല്ല പായസമൊക്കെ കുടിക്കാമല്ലോ എന്ന് വെച്ചിട്ട്. പക്ഷേ സദ്യ ആയിരുന്നില്ല കേട്ടോ, നോണൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റില്ല, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വേഗം ഫസ്റ്റ് ട്രിപ്പിൽ നമ്മൾ കയറി അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ കഴിച്ച് വീട്ടിലേക്ക് വിട്ടു. അപ്പോൾ അത്രയേ ഉള്ളൂ.